ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയൊരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. കൊഴുക്കട്ടയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് വെള്ളമാണ്. നമ്മൾ ആ പൊടി വാട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1 കപ്പിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഈ വെള്ളത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു ഓയിലായാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പം തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല, മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ചട്ടുകം വെച്ചിട്ട് തന്നെ മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പൊടിയുടെ മുകളിലോട്ട് ഇങ്ങനെ തിളച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ചട്ടവും വെച്ചിട്ട് നന്നായിട്ട് ആ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലോട്ട്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞത് ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ച് അത് ചിലപ്പോൾ മാറ്റം വരും. ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. കാരണം ചില പൊടിക്ക് നന്നായിട്ട് വെള്ളം വേണ്ടി വരും, നന്നായിട്ട് വെള്ളം കുടിക്കുന്ന പൊടി ഉണ്ടാവും. ചില പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മതിയാവും. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിൽ വരാം. അപ്പോൾ നിങ്ങളെ പൊടിക്കനുസരിച്ച് നിങ്ങൾക്ക് അതിൽ വെള്ളം ചേർക്കാം. നമ്മളിപ്പോൾ ഈ ചേർത്ത അളവ് നമ്മുടെ ഈ ഒരു പൊടിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മുടെ പൊടി ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തണുക്കണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ആ പൊടി നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുക്കാനൊന്നും വെക്കണ്ട കേട്ടോ. ആ ഒരു ചൂടോടെ തന്നെ കൈ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട്, സാധാരണ പച്ചവെള്ളത്തിൽ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നിങ്ങൾക്കിതിങ്ങനെ കുഴച്ചെടുക്കാം. നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ആറാൻ വെക്കാം. അതല്ലാതെ ഒരുപാട് തണുക്കാൻ പാടില്ല കേട്ടോ പൊടി. ആ ഒരു ചൂടോടെ തന്നെ കുഴച്ചെടുത്താൽ മാത്രമേ നന്നായിട്ട് കിട്ടുള്ളൂ നമ്മുടെ മാവ്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിതിലോട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ടൊരു വലിയ കട്ട ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണം ആക്കിയതാണ്, 2 പീസാക്കിയതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം ഇത്. അപ്പോൾ ഇത് നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മളെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ച് മാറ്റാം കേട്ടോ. കാരണം ഇതിൽ എന്തെങ്കിലും കരടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ അരിച്ചെടുത്തിട്ട് സെയിം പാനിലോട്ട് തന്നെ വീണ്ടും ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഒരു ഫുള്ളായിട്ട് ഒരു തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അവിലാണ് കേട്ടോ. അതൊന്ന് കഴുകിയതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ഏലക്കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായപ്പൊടി ഞാൻ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. സിമ്മിലിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ശർക്കരയുടെ ഒരു കുത്ത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ചൂടാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ബോളായിട്ട് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ ആദ്യം തന്നെ കുറച്ച് ഓയിലാക്കിയിട്ട് പരത്തിക്കോളൂ കേട്ടോ. അതല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും.
അപ്പോൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഈ അരികു ഭാഗങ്ങൾ നന്നായിട്ട് കട്ടിയില്ലാണ്ട് പരത്തി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ച് കൂട്ടി വെക്കുമ്പം ഉരുട്ടിയെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് ഭയങ്കര കട്ടിയായി പോവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിഭാഗം ഞാൻ കട്ടിയില്ലാണ്ടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ കുറേശ്ശെയായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതാ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് അതിലൊന്ന് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക, അരികൊക്കെ തീരെ കട്ടിയില്ലാണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നൂലപ്പത്തിൻ്റെ തട്ടാണ് കേട്ടോ അത്. അപ്പോൾ അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് അതിലൊന്ന് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇഡലി ചെമ്പിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓരോ തട്ടായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തമ്മിൽ തട്ടാതെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.